ജീവനെ തേടിയെത്തും പാവന സുന്ദര രാത്രി. ദാവീദിൻ സൂനുവേ, പാപിയാം എന്നെ നീ അലിവാൽ തൊടണേ. അനുഗ്രഹമൊഴുകും അസുലഭ സുന്ദര പാവന രാത്രിയിതാ. അനുഗ്രഹമൊഴുകും അസുലഭ സുന്ദര പാവന രാത്രിയിതാ. അനുഗ്രഹരാത്രി, അനുഗ്രഹരാത്രി. സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധമായ ഈ ആരാധനയിലേക്ക് ഒത്തിരി സന്തോഷത്തോടുകൂടി നമുക്ക് പ്രവേശിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹൃദയം തുറന്ന് ദൈവത്തെ ആരാധിക്കുവാനുള്ള അഭിഷേകം ഈശോ തന്നെ നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. ഇന്നത്തെ ആരാധനയിൽ നമുക്ക് പരിശുദ്ധ അമ്മയെ നമുക്ക് ചേർത്ത് പിടിക്കാം. അമ്മയെപ്പോലെ ഈശോയെ തിരിച്ചറിയുവാനായിട്ട്, ഈശോയോട് ചേർന്ന് നിൽക്കുവാനായിട്ട്, ഈശോയെ മഹത്വപ്പെടുത്തുവാനായിട്ടുള്ള കൃപ നമുക്കെല്ലാവർക്കും തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ആരാധനയിലേക്ക് പ്രവേശിക്കാം. ഒത്തിരി സന്തോഷത്തോടു കൂടെ നമുക്കിന്ന് നമ്മുടെ നാഥനായ യേശുവിനെ സ്തുതിച്ച് ആരാധിക്കാം. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. മാധുര്യമാം നിൻ മൊഴികൾ തണുപ്പിക്കും എൻ ഹൃദയം. മാധുര്യമാം നിൻ മൊഴികൾ തണുപ്പിക്കും എൻ ഹൃദയം. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ഈശോയെ, അങ്ങ് അരുളി ചെയ്തില്ലേ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കർത്താവേ, ആരാധനയുടെ ഈ പരിശുദ്ധ നിമിഷത്തിൽ ഞങ്ങളുടെ സകല ഭാരങ്ങളും ഞങ്ങളിത് അങ്ങയുടെ കൽക്കൽ വയ്ക്കുകയാണ്. മറ്റെങ്ങും ഞങ്ങൾക്കൊരാശ്രയമില്ല കർത്താവേ. പകലന്തിയോളം അധ്വാനിച്ച് തളർന്നിരിക്കുന്ന ഞങ്ങൾ പലപ്പോഴും ജീവിതത്തിൻ്റെ സായാഹ്നത്തിലെത്തുമ്പോൾ ഞങ്ങൾക്ക് നിരാശയാണ് ഈശോയെ. ഒന്നും നേടുവാൻ സാധിച്ചില്ല. പലപ്പോഴും കാലിടറി നിരാശ ഞങ്ങളെ അടിമപ്പെടുത്തണം. കർത്താവേ, ഇതാ ഞങ്ങൾ അങ്ങയിൽ അഭയം പ്രാപിക്കുക, അങ്ങയുടെ വചനത്തിൽ ഞങ്ങൾ ആശ്രയിക്കുക. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്നുള്ള വചനത്തിൽ കർത്താവേ ഞങ്ങൾ ആശ്രയം തേടുന്നു. തിരുവചനം ഞങ്ങളോട് പറയുന്നു, അവൻ അവരുടെ മേൽ അനുകമ്പ തോന്നി, എന്തെന്നാൽ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ അവർ അലയുകയായിരുന്നു. കർത്താവേ, അങ്ങ് കടന്നു പോയപ്പോ വഴിയരികിലിരുന്ന് യാചിച്ച് ഇരുന്ന മനുഷ്യര്, അന്ധരായ യാചകര് കടന്നു പോകുന്നത് കർത്താവാണ് എന്ന് കേട്ടപ്പോ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞില്ലേ, യേശുവേ, ദാവീദിന്റെ പുത്ര, എൻ്റെ മേൽ കനിയണമേ. അടുത്ത വചനം ഞങ്ങളിങ്ങനെ വായിക്കുന്നു, അവന് അവരോട് അലിവ് തോന്നി. കർത്താവേ, അങ്ങയുടെ കരുണയുടെ കീഴിൽ ഞങ്ങൾ അഭയം പ്രാപിക്കുകയാണ്. മറ്റെങ്ങും ഞങ്ങൾക്ക് ആശ്രയമില്ല കർത്താവേ. കൂടെ ഉണ്ടാകുമെന്നൊക്കെ കരുതിയവര് ഞങ്ങളെ വിട്ടുപേക്ഷിച്ച് അവരുടെ വഴിയിലൂടെ നീങ്ങി. ഞങ്ങൾക്ക് ആശ്രയമാകുന്നു എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ കരുതി കൂട്ടി വെച്ചിരുന്നവയെല്ലാം ഞങ്ങളുടെ കൺമുൻപിൽ വെച്ച് തന്നെ ഇല്ലാതായി. തമ്പുരാനെ, ഞങ്ങൾ തളർന്നു പോവുകയാണ്. ഇതാ ഇവിടെ അങ്ങയുടെ പക്കലേക്ക് ഞങ്ങൾ അണയണം. ഞങ്ങൾ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ ഭാരങ്ങൾ അങ്ങയുടെ പക്കൽ ഇറക്കി വെക്കുകയാണ്. അങ്ങയുടെ വചനം വീണ്ടും ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നു. ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവി പുറപ്പെടും. കർത്താവേ, അങ്ങയുടെ പക്കലേക്ക് ഞങ്ങൾ അണയുകയാണ്. അങ്ങാവുന്ന ജീവജലത്തിലേക്ക് ഞങ്ങൾ ഓടി വരികയാണ്. ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. പരിശുദ്ധമായ ആരാധനയിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ വലിയ ദാനമായ പരിശുദ്ധ അമ്മയെ ഞങ്ങൾ ചേർത്ത് പിടിക്കണം. മരണത്തിന് നിമിഷങ്ങൾക്ക് മുമ്പ് കുരിശിൽ കിടന്നുകൊണ്ട് അങ്ങ് ഞങ്ങൾക്ക് നൽകിയ അവസാനത്തെ സമ്മാനമാണല്ലോ ഈശോയെ, പരിശുദ്ധ മാതാവ്. തിരുവചനം പറയുന്നു, കുരിശിൽ കിടന്നുകൊണ്ട് അങ്ങ് താഴേക്ക് നോക്കിയപ്പോ തൻ്റെ അമ്മയും താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് ആ ശിഷ്യനോട് അങ്ങ് അരുളി ചെയ്തു, ഇതാ നിന്റെ അമ്മ. അമ്മയോട് അങ്ങ് അരുളി ചെയ്തു, ഇതാ നിന്റെ മകൻ. കർത്താവേ, ഞങ്ങളുടെ സകലരുടെയും പ്രതിനിധിയായിട്ട് കുരിശിന്റെ ചുവട്ടിൽ നിന്ന യോഹന്നാനോട് അങ്ങ് അരുളി ചെയ്തു, ഇതാ നിന്റെ അമ്മ. അത് ലോകത്തോട് മുഴുവനും അങ്ങ് വിളിച്ചു പറഞ്ഞു, ഈ ലോക ജീവിതത്തില് നിനക്കൊരു അമ്മയുടെ കരം പിടിക്കേണ്ടതുണ്ട്. ലക്ഷ്യം തെറ്റാതിരിക്കുവാനായിട്ട്, തളർന്നു പോകുമ്പോൾ താങ്ങായി മാറുവാനായിട്ട്
ആ അമ്മയുടെ കരം നീ ചേർത്ത് പിടിക്കണം. ആ അമ്മയാണല്ലോ കുരിശിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ പരിശുദ്ധ മറിയം. തമ്പുരാനെ, ഈ ആരാധനയിൽ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയാണ്. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ അമ്മക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ അമ്മക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ അപ്പമില്ലാതാകുമ്പോൾ അമ്മേ അമ്മേ തായേ അപ്പമില്ലാതാകുമ്പോൾ അപ്പത്തിൽ വാഴുന്നവനെ ഞാൻ ആരാധിക്കുന്നു. അപ്പത്തിൽ വാഴുന്നവനെ ഞാൻ ആരാധിക്കുന്നു. ഓ അമ്മേ അമ്മേ തായേ അമ്മക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ മനസ്സിൽ ഭാരം കൂടുമ്പോൾ അമ്മേ അമ്മേ തായേ മനസ്സിൻ ഭാരം കൂടുമ്പോൾ ശിരസിൽ മുൾമുടി അണിഞ്ഞവനെ ഞാൻ ആരാധിക്കുന്നു. ശിരസിൽ മുൾമുടി അണിഞ്ഞവനെ ഞാൻ ആരാധിക്കുന്നു. ഓ അമ്മേ അമ്മേ തായേ അമ്മക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ നിന്ദനമേറ്റു തളരുമ്പോൾ അമ്മേ അമ്മേ തായേ നിന്ദനമേറ്റു തളരുമ്പോൾ നഗ്നനാക്കപ്പെട്ടവനെ ഞാൻ ആരാധിക്കുന്നു. നഗ്നനാക്കപ്പെട്ടവനെ ഞാൻ ആരാധിക്കുന്നു. ഓ അമ്മേ അമ്മേ തായേ അമ്മക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ഈശോയെ, അങ്ങയുടെ വചനം കേട്ടുകൊണ്ട് മണിക്കൂറുകളോളം അങ്ങയോട് ചേർന്നിരുന്ന ഒരമ്മ അങ്ങയുടെ വചനത്താൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ, അങ്ങയുടെ വചനത്തിൻ്റെ മാധുര്യം ആവോളം ആസ്വദിച്ചു കഴിഞ്ഞപ്പോൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞൊരു കാര്യം ഞങ്ങൾ ഓർക്കണം. ഈശോയെ, നിന്നെ വഹിച്ച ഉദരം എത്ര ഭാഗ്യമുള്ളത്. കർത്താവേ, കുരിശിൽ കിടന്നുകൊണ്ട് അങ്ങേ മാതാവായ പരിശുദ്ധ അമ്മയെ ഈ ലോകത്തിലെ ദൈവപുത്രന് ജന്മം നൽകുവാൻ ദൈവം തെരഞ്ഞെടുത്ത പരിശുദ്ധ അമ്മയെ അങ്ങ് ഞങ്ങൾക്ക് സമ്മാനമായി നൽകിയല്ലോ. അതിലൂടെ അങ്ങ് ഞങ്ങളോട് ആവശ്യപ്പെട്ടത് ആ അമ്മയുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കുക, എങ്ങനെ ഈശോയെ അനുഗമിക്കണമെന്ന്. കർത്താവേ, പരിശുദ്ധമായ ഈ ആരാധനയുടെ സമയത്ത് അമ്മ ഞങ്ങളുടെ ജീവിതത്തിലൂടെ പഠിപ്പിച്ച ഓരോ സത്യമോർത്തുകൊണ്ട് ഇനി ആരാധിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഈശോയെ, ഗബ്രിയേൽ ദൂതൻ മാതാവിൻ്റെ അക്കലേക്ക് വന്നപ്പോ, മംഗളവാർത്ത അറിയിച്ചപ്പോ, നീ ഒരു കുഞ്ഞിന് ജന്മം നൽകുമെന്ന് പറഞ്ഞപ്പോ പകച്ചുപോയ പരിശുദ്ധ അമ്മ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുന്നത് ഞങ്ങൾ കാണുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പതിപ്പാണ് ഞങ്ങളവിടെ കാണുക. ഓരോ ദിവസവും പലവട്ടം പരിശുദ്ധ അമ്മയെ പോലെ ഞങ്ങൾ ചോദിക്കുന്നുണ്ട്, ഈശോയെ
ഇതെങ്ങനെ സംഭവിക്കും? പലപ്പോഴും ഞങ്ങൾ ആ ചോദ്യത്തിന് മുന്നിൽ പതറിപ്പോവുകയാണ്. എന്നാൽ പരിശുദ്ധ അമ്മയോട് അന്ന് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവാണ് എൻ്റെ ജീവിതത്തെ നയിക്കുന്നത്, നിയന്ത്രിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ പരിശുദ്ധ അമ്മ അന്ന് വിളിച്ചു പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. കർത്താവേ, പരിശുദ്ധമായി ഈ ആരാധനയിൽ ഞങ്ങളായിരിക്കുമ്പോൾ അമ്മയിൽ നിന്ന് ആ പാഠം പഠിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ, വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ, വലിയ വെല്ലുവിളികൾ ഉയരുമ്പോൾ, അതിൻ്റെ പിന്നിലുള്ള ദൈവത്തിൻ്റെ പദ്ധതി തിരിച്ചറിഞ്ഞുകൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ പദ്ധതിയാണിത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഏത് സാഹചര്യത്തിലും കർത്താവേ, ഇതാ കർത്താവിൻ്റെ ദാസൻ, ഇതാ കർത്താവിൻ്റെ ദാസി, ദൈവഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് പറയുവാനായിട്ട് ഞങ്ങൾക്ക് കൃപ തരണമേ. അമ്മയോട് ചേർന്ന് ഈ നിമിഷം ഞങ്ങൾ ആരാധിക്കുമ്പോൾ അമ്മയ്ക്ക് കൊടുത്ത ആ ഒരു അഭിഷേകം ഏത് സാഹചര്യത്തിലും പതറാതെ ദൈവഹിതത്തിന് വിട്ടുകൊടുക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. പ്രിയപ്പെട്ടവരെ, നമുക്ക് പാടി ദൈവത്തെ ആരാധിക്കാം. അമ്മേ അമ്മേ തായേ, കയ്യും മെയ്യും തളരുമ്പോൾ, അമ്മേ അമ്മേ തായേ, കയ്യും മെയ്യും തളരുമ്പോൾ, കൈകാലുകളിൽ മുറിവേറ്റവനെ ആരാധിക്കുന്നു, കൈകാലുകളിൽ മുറിവേറ്റവനെ ആരാധിക്കുന്നു. ഓ അമ്മേ അമ്മേ തായേ, അമ്മക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ, അമ്മക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. കർത്താവായ ഈശോയേ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ പരിശുദ്ധ അമ്മ ആദ്യം ചെയ്യുന്ന പ്രവൃത്തി കർത്താവ് എപ്പോഴും ഞങ്ങളെ അതിശയിപ്പിക്കുകയാണ്. പ്രായമായ എലിസബത്ത് ഗർഭവതിയാണെന്നറിഞ്ഞപ്പോ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ മാതാവ് തിടുക്കത്തില് ആ എലിസബത്തിന്റെ അടുത്തേക്ക് ഓടുന്നത് ഞങ്ങൾ കാണുകയാണ്. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പെരുമാറുവാൻ ഞങ്ങൾ പ്രാപ്തരാകുന്നത് ഞങ്ങൾ തിരിച്ചറിയുന്നു. തമ്പുരാനേ, ഈ പരിശുദ്ധ നിമിഷത്തിൽ ഞങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അമ്മയെപ്പോലെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരുടെ ആവശ്യങ്ങളിലേക്ക് ഓടിച്ചെല്ലുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. പ്രിയപ്പെട്ടവരെ, അമ്മയോട് ചേർന്ന് നമുക്ക് വീണ്ടും സ്തുതിച്ച് പാടി ആരാധിക്കാം. പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയട്ടെ. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞവരെ സഹായിക്കുവാനുള്ള ഒരു കൃപ ഈ നിമിഷം ദൈവം നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. നമുക്ക് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. അമ്മേ അമ്മേ തായേ, അമ്മക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ, അമ്മക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ, അമ്മക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുവോ, എപ്പോഴെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ത്യാഗങ്ങൾ ചെയ്യുന്നുവോ, അപ്പോഴെല്ലാം ഞങ്ങൾ ഒത്തിരി പ്രതീക്ഷിക്കാറുണ്ട്. ദൈവം ഞങ്ങളെ സംരക്ഷിക്കണം, ഞങ്ങൾക്കൊരു കുറവും വരാൻ പാടില്ല, ഞങ്ങൾക്കൊരു രോഗവും വരാൻ പാടില്ല. ദൈവമേ, പലപ്പോഴും ഞങ്ങൾ ഒത്തിരി കണ്ടീഷൻസ് അങ്ങയുടെ പക്കൽ വെക്കാറുണ്ട്. എന്നാൽ പരിശുദ്ധ അമ്മ ഞങ്ങളെ പഠിപ്പിക്കുന്ന വലിയൊരു സത്യമുണ്ട്. ജീവിതത്തിൽ തകർച്ചകളുണ്ടായപ്പോ, വേദനകളുണ്ടായപ്പോ ഒരിക്കൽ പോലും അമ്മ ഒന്നും ദൈവത്തിൽ നിന്ന് ആവശ്യപ്പെടുന്നില്ല. പൂർണ്ണ ഗർഭവതിയായ ആ അമ്മ
താൻ ഉദരത്തിൽ വഹിക്കുന്നത് ദൈവത്തിന്റെ പുത്രനാണെന്ന് അറിഞ്ഞിട്ടും പ്രസവിക്കാൻ ഒരു ഇടം കിട്ടാതെ ഓരോ വാതിലുകളും മുട്ടി പിന്തിരിഞ്ഞപ്പോഴും പരാതിപ്പെടാതെ തെരുവിൽ പ്രസവിക്കുവാനും കർത്താവേ ആ പുൽത്തൊഴുത്തില് ആ കുഞ്ഞിനെ കടത്തുവാനും എല്ലാം സാഹചര്യമുണ്ടായപ്പോ പതറാതെ മനസ്സിൽ വീണ്ടും ആവർത്തിച്ചു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. വീണ്ടും രാത്രിക്ക് രാത്രി കൊച്ചിനെയും കൊണ്ട് ഓടി രക്ഷപ്പെടണമെന്ന് ആവശ്യപ്പെട്ടപ്പോ തിരിഞ്ഞു നിന്നൊന്ന് ചോദിക്കുവാൻ മുതിരാതെ മനസ്സിൽ വീണ്ടും മന്ത്രിച്ചു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. 12 വയസ്സില് കൊച്ചു കാണാതായി പോയപ്പോ 3 ദിവസം ചങ്കലച്ച് കാത്തുനിന്ന് ദൈവത്തെ അന്വേഷിച്ചപ്പോ ഒരു പരാതി പോലും അങ്ങയുടെ സന്നിധിയിൽ പറയാതെ വീണ്ടും മനസ്സിൽ ആവർത്തിച്ചു, ദൈവത്തിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. കർത്താവേ, ഈ സമയത്ത് അമ്മയോട് ചേർന്ന് ഞങ്ങൾ ആരാധിക്കുമ്പോൾ ഈ ഒരു കൃപ തന്നെ ഞങ്ങളും ചോദിക്കുക. അമ്മയ്ക്ക് അങ്ങ് നൽകിയ ആ ഒരു അഭിഷേകം, ഞങ്ങൾക്ക് മാതൃകയായിട്ട് അങ്ങ് നൽകിയ പരിശുദ്ധ അമ്മയ്ക്ക് അങ്ങ് നൽകിയ ആ ഒരു കൃപ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കർത്താവിൽ ആശ്രയിക്കുവാനായിട്ട്, കർത്താവിന് ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയുവാനുള്ള ആ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ സമയത്ത് ദൈവത്തെ ആരാധിക്കാം, ദൈവത്തെ സ്തുതിക്കാം. പരിശുദ്ധ അമ്മയ്ക്ക് നൽകിയ ആ ഒരു കൃപ ഞങ്ങൾക്ക് നൽകണമേ. ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും, അത് തകർച്ചയായിക്കോട്ടെ, അത് രോഗമായിക്കോട്ടെ, അത് വേദനയുടെ സമയമായിക്കോട്ടെ, പരിശുദ്ധ അമ്മയെ പോലെ ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടമെന്ന് നിറവേറട്ടെ എന്ന് പറയാനുള്ള അഭിഷേകം ഈ ആരാധനയിൽ ലഭിക്കുവാനായിട്ട് ദാഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും അമ്മയോട് ചേർന്ന് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. അമ്മേ അമ്മേ തായേ, മനസ്സിൽ ഭാരം കൂടുമ്പോൾ അമ്മേ അമ്മേ തായേ, മനസ്സിൻ ഭാരം കൂടുമ്പോൾ ശിരസിൽ മുൾമുടി അണിഞ്ഞവനെ ഞാൻ ആരാധിക്കുന്നു. ശിരസിൽ മുൾമുടി അണിഞ്ഞവനെ ഞാൻ ആരാധിക്കുന്നു. ഓ അമ്മേ അമ്മേ തായേ, അമ്മക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ, അമ്മക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. കർത്താവായ ഈശോയേ, അങ്ങ് കുരിശിൽ സ്വയം ബലിയായപ്പോഴും അമ്മ കുരിശിന്റെ ചുവട്ടിൽ പതറാതെ നിന്നല്ലോ. അവസാനം ചിതറിപ്പോയ ശിഷ്യന്മാരെല്ലാം ഈശോയെ അങ്ങ് ഒരുമിച്ച് കൂട്ടിയിട്ട് അമ്മയുടെ കരങ്ങളിലാണല്ലോ അങ്ങ് കൊണ്ട് കൊടുത്തത്. ഉന്നതങ്ങളിൽ നിന്ന് ശക്തി കിട്ടുന്നത് വരെ ആ കൂട്ടായ്മയെ കത്ത് പരിപാലിക്കുവാനായിട്ട് ആ ദൗത്യവും പരിശുദ്ധ അമ്മ ഏറ്റെടുത്തു. അങ്ങനെ പെന്തക്കോസ്തയ്ക്ക് വേണ്ടി ആ ശിഷ്യ സമൂഹത്തെ ഒരുക്കി. ആ പെന്തക്കോസ്തായിൽ പരിശുദ്ധ കത്തോലിക്കാ സഭ ഉദ്ഘാടനം ചെയ്യപ്പെട്ട നിമിഷത്തില് അമ്മ അവരോട് ചേർന്ന് നിന്നു. കർത്താവേ, ഈ ആരാധനയുടെ സമയത്ത് അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് എന്നും കുരിശിന്റെ ചുവട്ടിലായിരിക്കുവാനായിട്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട്, ഞങ്ങളുടെ ജീവിതം വഴി ദൈവത്തിന്റെ നാമത്തെ ഉയർത്തിപ്പിടിക്കുവാനായിട്ട് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ടവരെ, ആരാധനയുടെ ഈ അവസാന നിമിഷത്തിൽ നമുക്ക് മുട്ടുമേലായിരുന്നു കൊണ്ട് പരിശുദ്ധ അമ്മയിൽ നിന്ന് ഈശോ നമ്മളെ പഠിപ്പിച്ച ആ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അമ്മയെപ്പോലെ ഈശോയെ ഗർഭം ധരിക്കുവാനും ഈശോയ്ക്ക് ജന്മം കൊടുക്കുവാനും നാം ചെല്ലുന്നിടത്തെല്ലാം ഈശോയെ കൊടുക്കുന്നവരായി മാറുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. വിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും നിത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി
ചിന്തണമേ ദിവ്യവരങ്ങൾ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ